ലാലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു വീട് എന്ന സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് പാലുകാച്ച് നടത്താൻ പോകുന്ന വീടാണ്. എൻ്റെ അനുജത്തിയുടെ വീടാണിത്. ചെറിയൊരു വീട്. നമുക്കപ്പോഴേ ഈ വീടൊക്കെ ഒന്ന് കാണാമേ. അനിയത്തിയും ഇത് മോനുമാണ്. ഇവർ താമസിക്കുന്ന കോട്ടയത്ത് തിരുവല്ലയാണ്. ഇപ്പോൾ പാലുകാച്ച് വിടാൻ വന്നതാണ്. എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. മാമിയാണ് അമ്മയുടെ ആങ്ങളയുടെ വൈഫ്. കയറി വരുവാണ്, വീട് കാണാൻ വരുവാണ് കേട്ടോ എല്ലാവരും. ഇത് മേളിലൊരു റൂമാണ്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ചെറിയൊരു ഓപ്പൺ ടെറസ്. ഇത് ഈ വീടിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഈ കാണുന്ന മല വനമാണ്. അക്കരെ വനമാണ്. ആ വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയാണ് ആ കാണുന്നത്. അഗസ്ത്യാർ വനത്തിൻ്റെ ഭാഗമാണേ. അത് ഈ കാണുന്ന മല നെല്ലിക്കാമല എന്ന് പറയും. ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ദ്രവ്യപ്പാറ അവിടെ ക്ലിയർ അല്ല. ഇവിടെ വൃക്ഷങ്ങളിങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് ദ്രവ്യപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു തെക്കൻ കുരിശുമലയല്ല, അമ്പൂരി കുരിശുമലയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ ദുരന്തം, അമ്പൂരി ദുരന്തം ഉരുൾപൊട്ടലുണ്ടായിട്ട് 38 പേരുടെ മരണം നടന്ന ഒരു ഉരുൾപൊട്ടൽ ദുരന്തം നടന്നത് ഈ മലയുടെ ഈ കാണുന്ന വലത്തെ ഭാഗത്തേക്കാണ്. ആ ചരിവിലേക്കാണ് എല്ലാം ഒഴുകി നെയ്യാർ ഡാമിലേക്ക് പോയത്. ഉരുൾപൊട്ടി ഒഴുകി ഒരു വീട്ടിൽ ഒത്തുകല്യാണത്തിന് വന്നു ചേർന്ന ബന്ധുമിത്രാദികളാണ് കൂടുതലും മരണപ്പെട്ടത്. നാട്ടുകാരും ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ ഒരാളൊഴികെ മറ്റെല്ലാവരും മരണപ്പെട്ടു. ഇത് എൻ്റെ രണ്ടാമത്തെ അനിയത്തിയാണ്. നേരെ ഇളയവളുടെ ഇളയവളാണ്. ഞങ്ങൾ 4 പെണ്ണുങ്ങളും 2 ആണുങ്ങളുമായിരുന്നു. അതിൽ ഒരു സഹോദരൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഇന്നവൻ ഞങ്ങളോടൊപ്പം ഇല്ല. ഇപ്പോൾ ഞങ്ങളുള്ള സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്നിട്ടുണ്ട് ഈ ഒരു പാലുകാച്ചൽ ചടങ്ങിനായിട്ട്. എൻ്റെ നേരെ ഇളയ അനുജത്തിയാണ് വീട് ഇവിടെ വച്ചിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം. ചെറിയൊരു വീട്, ഒത്തിരി വലിയ വീടൊന്നുമല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുകയാണ് ഇവിടെ. ഈ മുകളിലെ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ഇരുന്നിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ടുള്ള നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസാണ്. നിനക്ക് സ്തുതി. വന്നിരിക്കുന്നവർക്ക് വേണ്ടി കരുണയും കൃപയും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം.
എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പ്രവേശത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സഖ്യവസ് എന്ന് പേരുണ്ടായിരുന്നു. അവൻ ഞങ്ങൾ പ്രധാന ദരിദ്രമാൻ യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവാൻ സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുമ്പോൾ മരത്തിച്ചെറിയിരുന്നു. യേശു തലയാണ് കൊണ്ടു പോകാൻ അവിടെത്തിയപ്പോൾ സഖ്യവസ് വേഗം ഇന്ന് നിന്റെ ഇവിടെ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ സന്തോഷത്തോടെ സ്ഥിതി കണ്ടപ്പോൾ പുറത്തു പാപിയുടെ നിറഞ്ഞോ കാണുന്നു വെളിവും നീ വേണ്ട കഷ്ടത ചിന്തയുമടിയാഴിക്കാം സംഗതി വരണേ പോണില്ല പോണം പോണം